ആ ഇന്ന് 5 വാഗൻ ലോഡ് ചെയ്യണം. മിസ്റ്റർ ശങ്കരൻകുട്ടി, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എടാ ശ്രീധര, അസിസ്റ്റന്റ് മാനേജറുടെ കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ച് വല്ലാതെ അങ്ങോട്ട് കയറി കൊത്തണ്ട. ഞാനേ പയ്യാരത്തെ മൂത്ത അനന്തരവനാ, നീ വെറും സംബന്ധക്കാരൻ. അത് കുടുംബത്ത്. മില്ലിൽ വന്നാൽ നിങ്ങളൊക്കെ വെറും സൂപ്പർവൈസേഴ്സും ഗുമസ്തന്മാരും. വിദ്യാഭ്യാസ യോഗ്യതയുടെ വ്യത്യാസം കൊണ്ടല്ലേ. മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാം. ഐ മീൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ലുക്ക് മിസ്റ്റർ ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി ആൻഡ് ആൾ കുട്ടീസ്, I want to see that 5 wagons should be loaded today. Understand? മുംബൈക്കൊന്ന് വിളിക്കണം, മറക്കരുത്. ഇല്ല, കൽക്കട്ടയ്ക്ക് ലോഡ് അയക്കണം. ഓക്കെ, ശരി സാർ. കുഞ്ഞിരാമ, ഭാര്യക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്, ഡിസ്ചാർജ് ചെയ്തില്ല. എന്നിട്ടാണോ താനിന്ന് പഠിക്കു വന്നത്? ലീവില്ല. സാരമില്ല, പൊയ്ക്കോളൂ. പൊതുവാളെ, തന്റെ മകളുടെ വിവാഹകാര്യം എന്തായി? എല്ലാ ഒത്തു, ഇനി ഉറപ്പിക്കണം. പക്ഷേ ഉറപ്പിച്ചോളൂ, ഒക്കെ മംഗളമായി നടക്കും. നമുക്ക് വഴിയുണ്ടാക്കാം. പൊതുവാളിന് 25,000 ഉറുപ്പിക കൊടുത്തേക്കും. ഓക്കെ സാർ. എന്റെ കാര്യം, രാഘവന്റെ പ്രൊമോഷന്റെ കാര്യം പരിഗണിക്കുന്നുണ്ട് കേട്ടോ. നമസ്കാരം. ആ രാമനാഥൻ, താൻ എപ്പോ നോക്കിയാലും എന്റെ പിന്നിലുണ്ടല്ലോ. ഞാൻ അങ്ങയുടെ പിന്നിലല്ല, അങ്ങാണ് എന്റെ മുന്നിൽ വന്ന് നിന്നത്. താനെന്താ ഇവിടെ? ഒരു ബന്ധുവിനെ കാണാൻ വന്നതാ. ഇവിടെ തനിക്ക് ഞാൻ അറിയാത്തൊരു ബന്ധു? അതാരാണോ? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. എന്നിട്ട് കണ്ടുവോ? കണ്ടു, ഇപ്പൊ കണ്ടു. താൻ അകത്തേക്ക് വരിക. താൻ ഇരിക്കൂ. മിസ്റ്റർ മേനോൻ, ഇത് രാമനാഥൻ, എന്റെ യുവ സുഹൃത്ത്, വിജ്ഞാനി, സരസൻ, സഹൃദയൻ. രാമനാഥൻ, ഇത് മിസ്റ്റർ മേനോൻ. തറവാട്ടിൽ ശങ്കുണ്ണിയെ പോലെ ഓഫീസിൽ മേനോനാണ് എല്ലാം. സാർ, ഇൻകം ടാക്സിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. 1 മിനിറ്റ്. അസസ്മെന്റ് സബ്മിറ്റ് ചെയ്തില്ലേ? ഇത് റെക്ടിഫിക്കേഷൻ നോട്ടീസാ. നമ്മൾ ഡിപ്രിസിയേഷൻ വർക്ക്ഔട്ട് ചെയ്താൽ മിസ്റ്റേക്ക് ഉണ്ടാത്രേ. സ്റ്റേറ്റ് സബ്സിഡി പരിഗണിച്ചിട്ടില്ലെന്നാ അവർ പറയുന്നത്. ഓഡിറ്റർ ഒന്ന് കാണണം, മറുപടി അയക്കണ്ടേ? അല്ല, ഇതിനെന്തിനാ ഓഡിറ്റ് എടുത്ത് പോകുന്നത്? സ്റ്റേറ്റ് സബ്സിഡി ഡിഡക്ട് ചെയ്യണ്ട, സുപ്രീം കോടതി ഡിസിഷൻ ഉണ്ട്. According to 209 ITR 129, the Supreme Court has emphatically decided that state subsidy should not be deducted from the actual cost for the purpose of depreciation, while pointing out that merely because the subsidy is quantified as to a percentage of such cost, it does not take away the character of payment, which is neither intended directly nor indirectly to meet the actual cost. ബ്രില്യന്റ്. താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ അങ്ങനെ ഒരു മറുപടി അയക്കാം അല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ രാമനാഥൻ, ഒരു ഒഴിവ് ദിവസം സൗകര്യമുള്ളപ്പോ താൻ തറവാട്ടിലേക്കൊന്ന് വരണം. ഒരു കേട്സി കോൾ. ഷുവർ. താങ്ക് യു സർ. താങ്ക് യു സർ. അത് ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. അപ്പ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാ നീ പറയണേ? ആ, തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ച് പറയണ്ട ചെറിയമ്മ, ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ. വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്ത ചെല്ലമേ? ഉവ്. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ? പരമേശ്വര, ദാമോദര, ആ സാധനങ്ങളൊക്കെ എടുക്കാം. ശകുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ. അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറേ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാമൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു.
ആ കുട്ടാ പറമ്പിൽ തേങ്ങരുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനമല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കണു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? ആ, വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പോയിക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ്. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 റുപ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാ വിട്ട് ചോദിച്ചു തിരികെ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് വലിച്ചിരുന്നവനാ. എതികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. കർണനൊരു വാക്കുണ്ടെന്ന് തോന്നുന്നില്ലേ ശങ്കുണ്ണിയെ? സസ്യബുക്കല്ലേ, അതിന്റെ കൂടെ അല്ലേ ഉണ്ടാവൂ. ഇതാ തനിക്ക് വിവരമില്ല എന്ന് പറയണേ. വെജിറ്റേറിയൻ ആയതുകൊണ്ടാ ആനക്ക് ഈ ശക്തി. രാമനാഥൻ. വെൽക്കം മിസ്റ്റർ രാമനാഥൻ. താങ്ക് യു. വരൂ വരൂ. ശങ്കുണ്ണിക്ക് അറിയോ, സംസ്കൃതത്തിലും ഫലിതത്തിലും മാത്രമല്ല ഇൻകം ടാക്സിന്റെ നൂലാമാലകളെ കുറിച്ചും അപാര അറിവാ രാമനാഥന്. മില്ലിന് വെച്ച് ടാക്സിന്റെ ചില നിയമവശങ്ങളെ കുറിച്ച് രാമനാഥൻ പരാമർശിക്കുകയുണ്ടായി. ഗ്രേറ്റ്. അപ്പോ സർവകാല വല്ലഭൻ തന്നെ. ഓ, വിഡ്ഢിത്തം. സർവകലാ വല്ലഭൻ ആയിക്കോട്ടെ. രാമനാഥൻ, ഞാൻ ഇന്നൊരു ഹോളിഡേ മൂഡിലാ. നമുക്ക് കുറച്ച് കവിതയും സംഗീതവും സാഹിത്യവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കൂടാം. അരസികന്മാരെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കാം. എന്താ ശങ്കുണ്ണിയെ? തന്റെ കാര്യമാണോ പറഞ്ഞത്? രാമനാഥൻ, തന്നെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലാലോ. എല്ലാം അറിയണം. വരൂ. ഗോപുന് ബികോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കൺഗ്രാചുലേഷൻസ് മൈ ഗേൾ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ക്ലാസ് ഉണ്ടാവുമെന്ന്. എന്റെ കുട്ടി പഠിച്ച ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നില്ലേ? കണ്ടില്ലേ ഗോപുവിന്റെ മിടുക്ക്? വല്യമ്മാമ ഗോപുവിനെ വല്ലാതെ ലാളിക്കണമെന്നല്ലേ നിങ്ങൾക്കൊക്കെ പരാതി? ഇപ്പൊ അതിന്റെ കാര്യം മനസ്സിലായില്ലേ? എല്ലാരും അവളെ കണ്ട് പഠിക്കുക, അവളെ മാതൃകയാക്ക. പോയി കളിച്ചോളൂ. വല്യമാമേ, വാക്ക് മാറരുത്. പ്രോമിസ് ചെയ്ത മാരുതിക്കാറ് ഓർമ്മയുണ്ട് കുട്ടിയെ. വല്യമ്മാമ വാക്ക് പറഞ്ഞ വാക്കാ. ശങ്കുണ്ണി, ഗോപുവിന് ഇന്ന് തന്നെ ഒരു മാരുതി ബുക്ക് ചെയ്യാൻ മാനേജരോട് പറയൂ. പരിചയപ്പെടുത്താൻ മറന്നു. ഗോപു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു രാമനാഥൻ, എ ജീനിയസ് യങ് മാൻ. ഹലോ. ഹലോ. ഗോപിക അനന്തരവളാ. എല്ലാറ്റിലും മുൻപന്തിയില. പഠിപ്പിലും നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ. ഓഹോ, അത് ശരി. എന്താ വിശ്വാസായില്ലേ? ആളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല, അത്രേ ഉള്ളൂ.